ഡോക്ടർ അലീസ് മൈൻഡ് വെൽനസിന്റെ യൂട്യൂബ് ചാനലിലേക്ക് എൻ്റെ എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. സർ, മുൻപും എനിക്ക് തോന്നുന്നു വർഷങ്ങൾക്ക് പിറകോട്ട് നോക്കുകയാണെങ്കിൽ ഇതുപോലെയുള്ള ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ സോഷ്യൽ മീഡിയ അന്ന് ഇത്ര സജീവമായിരുന്നില്ലല്ലോ സാറേ. പക്ഷെ ഇപ്പം അങ്ങനെയല്ല, എല്ലാ കാര്യങ്ങളും പബ്ലിക് അറിയണം, ആ സ്പോട്ട് തന്നെ. ഇപ്പം ഒട്ടുമിക്ക പുതിയ കുട്ടികളോട് വിവാഹത്തിന്റെ കാര്യം ചോദിച്ചാൽ അവർ വേണ്ട എന്നാണ് പറയുന്നത്, കല്യാണം വേണ്ട എന്നാണ് പറയുന്നത്. ഈ അടുത്ത് നടന്നൊരു സംഭവം ഭയങ്കര ഒരു വിഷമം ഉണ്ടാക്കി. ഒരു കല്യാണം കഴിഞ്ഞ് അച്ഛനും അമ്മയും ഒരുപാട് കാശുള്ള ഫാമിലി ഒന്നല്ല, ഒക്കെ കൊടുത്തിട്ട് കല്യാണം കഴിച്ചിട്ടും സ്ത്രീധനത്തിന്റെ പേരിൽ ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കേണ്ടി വരിക. പിന്നെ അതുപോലെ ഈ കളറ്, സൗന്ദര്യത്തിന്റെ പേരിൽ കളറ് കുറഞ്ഞു, അങ്ങനെ ബോഡി ഷെയ്മിങ്, ഇതിൻ്റെയൊക്കെ പേരിൽ ഒരുപാട് മാനസിക പ്രയാസങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് വരിക. അതൊരു വലിയ ഒരു ഭയങ്കരമായിട്ടൊരു വിഷമമുണ്ടാക്കിയ ഒരു കാര്യമാണ് ഒരു പെൺകുട്ടിയുടെ ലൈഫിൽ. അതിനെക്കുറിച്ചൊക്കെ ഒന്ന് പറയാമോ സാർ? എന്താണ് ഇങ്ങനെയൊക്കെ വന്നത്? ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ധാരാളം നമ്മുടെ അടുത്തൊക്കെ വരാറുണ്ട്. അത് പല കാരണങ്ങളുണ്ടാവാം, ഒറ്റ കാരണങ്ങളായിട്ട് പറയാൻ പറ്റില്ല. ഒന്ന്, ചില ആളുകൾക്ക് ഇപ്പോൾ ഈ കല്യാണത്തിന് ഒരു പൂർണ്ണമായ സമ്മതമില്ലാതെ വീട്ടുകാർ ബലം പിടിപ്പിച്ച് ആണാണെങ്കിലും പെണ്ണാണെങ്കിലും കഴിപ്പിക്കുന്ന ഒരു വിഭാഗം ആൾക്കാരുണ്ട്. പിന്നെ വേറൊരു വിഭാഗം ആൾക്കാർ ഡിസിഷൻ എടുക്കാൻ പ്രയാസമുള്ള ആൾക്കാർ. കുറേ ചോയ്സുകൾ കണ്ടാൽ പ്രശ്നമാണ്. നിങ്ങൾക്കിപ്പോൾ 2 സാരി എടുത്ത് തന്നിട്ട് ഒരു സാരി എടുക്കാൻ പറഞ്ഞാൽ നിങ്ങൾ കുറച്ചുകൂടി എളുപ്പമായി ആണോ അല്ലേ? അല്ലെങ്കിൽ ഒരു 10 സാരി എടുത്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിന് സെലക്ട് ചെയ്യാൻ കുറച്ച് പ്രയാസമാണ്, നിങ്ങളെ മൈൻഡ്. പക്ഷെ എന്നാൽ ചില ആളുകൾ ഒറ്റയടിക്ക് അവർ സെലക്ട് ചെയ്യും. അതെല്ലാവർക്കും കഴിഞ്ഞോളുന്നില്ല. നിങ്ങൾ പറയും അതന്നെ മതി എനിക്ക്. ചിലപ്പോൾ നിങ്ങൾ പല മൾട്ടി ഫാക്ടർ ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ മൈൻഡിലൂടെ പോയിട്ടുണ്ട്. നിങ്ങൾക്ക് അതിൻ്റെ എക്കണോമി നോക്കണം, നിങ്ങളുടെ ബഡ്ജറ്റ് നോക്കണം, നിങ്ങൾക്ക് അത്യാവശ്യം ഇഷ്ടപ്പെടുമ്പോഴൊക്കെ വേണം. അതിൻ്റെ ബേസിലായിരിക്കും ചിലപ്പോൾ നിങ്ങളത് എടുത്തത്. കാരണം നിങ്ങളൊരു ബഡ്ജറ്റ് 4000 രൂപയാണ്. ആ 4000 രൂപയ്ക്കുള്ളൊരു സാരി മതി. പക്ഷേ നിങ്ങളെ ഇംപ്രഷൻ ബാക്കി അടിപൊളി നല്ല സാരികളുണ്ട്, പക്ഷേ അതിന് 8000 9000 ആണ്. അപ്പോൾ ബഡ്ജറ്റ് നിങ്ങൾക്ക് തെറ്റും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ അതിലേക്ക് പോകണ്ട എന്നുള്ളൊരു ഡിസിഷൻ എടുത്തിട്ട് നിങ്ങൾ അതിൽ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്ത് ഇതെടുത്തു. പക്ഷേ ചില ആൾക്കാർ എന്താ വെച്ചാൽ, സാരി ഇപ്പോൾ എപ്പോഴെങ്കിലും എടുക്കണമല്ലേ, ഒരു ഫംഗ്ഷനൊക്കെ പോകണമല്ലേ, 2000 രൂപ കൂടിയാൽ ഇനി എടുക്കില്ലല്ലോ എന്ന് വെച്ചിട്ട് അതിലേക്ക് എടുക്കും. അപ്പോൾ ആ 2000 രൂപ നിങ്ങളുടെ അടുത്ത് ഷോർട്ടാണ്. പക്ഷേ 2000 രൂപ നിങ്ങൾ എൻ്റെ അടുത്ത് അവരുടെ കടം വാങ്ങിയിട്ട് കൊടുക്കാമെന്നുള്ളതായിരിക്കും നിങ്ങളുടെ പ്ലാന്. പിന്നെ അത് അപ്പം ചിലപ്പം പോവും, അടുത്ത മാസം പിന്നെ അടുത്തത് അക്യുമുലേറ്റ് ഇവളൊക്കെയാണ് നിങ്ങൾ പ്രശ്നത്തിലേക്ക് കിടക്കണം. അങ്ങനെ ഡിസിഷൻ എടുക്കാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ട്. ഇപ്പോൾ ഒരു പെൺകുട്ടീനെ കണ്ട് ഞാൻ തിരിച്ചു വന്നു കഴിഞ്ഞാൽ എൻ്റെ വീട്ടുകാർ ചോദിക്കുന്ന ചോദ്യം, അല്ലെങ്കിൽ അതിൽ ഇൻബിറ്റ്വീനായിട്ട് നിൽക്കുന്ന ഒരു ബ്രോക്കർ ചോദിക്കുന്ന ചോദ്യം എന്താണ്? ഉടനെ തന്നെ ചോദിക്കുക, സമയം തരില്ല. ഉടനെ ചോദിക്കുക എന്താ പറയുക, ഇഷ്ടമായോ? ഈ ഇഷ്ടമായോ എന്നുള്ളത് ഞാൻ എൻ്റെ ഒരു ഇമ്മീഡിയറ്റ് റിഫ്ലക്ഷനിൽ ഞാൻ എന്തെങ്കിലും പറയാം, കുഴപ്പമില്ല, ഞാൻ ആകെ ഒരു 10 മിനിറ്റ് അരമണിക്കൂറായിരിക്കും സംസാരിച്ചിട്ടുണ്ടാവും. അതിൻ്റെ ഉള്ളിൽ എന്തൊക്കെ എനിക്ക് പ്രോസസ് ചെയ്യാൻ പറ്റും, മനസ്സിലായില്ല? അങ്ങനെ നോക്കുന്ന ഒരു വിഭാഗം ആൾക്കാർ എല്ലാവരും അങ്ങനെ ആയിക്കോളുന്നില്ല. അപ്പോൾ അതോടെ ഡിസിഷൻ പ്രശ്നമാണ്. അപ്പോൾ ചിലപ്പോൾ വീട്ടുകാരുടെ നിർബന്ധത്തിനോ ചിലപ്പോൾ സാമ്പത്തികമായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ കാരണം അതിൽ നിന്ന് കരകയറാൻ വേണ്ടി കല്യാണം കഴിപ്പിക്കുന്ന ആൾക്കാരുണ്ട്. എന്തെങ്കിലും സ്ത്രീധനം കിട്ടിയിട്ട് അത് നമുക്ക് തൽക്കാലം വീട്ടിൻ്റെ ഇതിലേക്ക് എന്തെങ്കിലും ഉപയോഗപ്പെടുത്താം. അങ്ങനെ പല ഇൻറ്റൻഷനോട് കൂടി ഉണ്ട്. അപ്പോൾ ഞാനും ചിലപ്പോൾ നിർബന്ധിതരായിട്ട് വീട്ടുകാരുടെ ഫോഴ്സിന് വഴങ്ങിയിട്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെയൊക്കെ വരുന്ന ആൾക്കാർ ഞാൻ ഫുള്ള് എൻ്റെ ഒരു മനസ്സിന് സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ആളായിരിക്കില്ല ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ടാവും. പിന്നെ കുറച്ച് കഴിയുമ്പോൾ പശ്ചാത്തപിക്കും. പിന്നെ ഈ പല ക്യാരക്ടറിൽ വ്യത്യാസം. ഇപ്പോൾ ഞാൻ നിങ്ങളെ ക്യാരക്ടർ എനിക്ക് ഒറ്റയടിക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ടാവില്ല. പിന്നെ നമ്മൾ ഡീൽ ചെയ്ത് സംസാരിച്ച് തുടങ്ങുമ്പോൾ നിങ്ങൾ ആ ടോക്കും നിങ്ങളെ രീതിയൊന്നും എനിക്ക് ചിലപ്പോൾ ഇമ്പ്രസീവ് അല്ല. ഞാൻ എൻ്റെ മനസ്സിൽ കണ്ടൊരു കഥാപാത്രമല്ല, നിങ്ങൾ അതിനോട് മാച്ചിങ് ആവണില്ല. ചിലരൊക്കെ എൻ്റെ അടുത്ത് വന്നിട്ട് പറയും, ഭയങ്കര ഒരു മെച്യൂരിറ്റി ഇല്ലാത്ത കളിയാണ് ആ കുട്ടിക്ക് ആണ് പറയുന്ന കാര്യമാണ്. മെച്യൂരിറ്റി ഇല്ലാത്ത കളിയാണ്, ഒരു പക്വത ഇല്ല, ഒന്നില്ല. എന്താണെന്ന് വെച്ചാൽ കാര്യമായിട്ടൊന്നും ഇൻഡിക്കേറ്റ് ചെയ്ത് പറയാനില്ല. അപ്പോൾ ഒരു 3-4 വയസ്സിനൊക്കെ വ്യത്യാസങ്ങൾ ചിലപ്പോൾ ഉണ്ട്, ചിലത് അതിലും കൂടുതൽ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. അതനുസരിച്ച് ഒന്ന് സെറ്റ് ചെയ്യാനുള്ള ടൈം കൊടുക്കണ്ടേ? അതെ. നിങ്ങൾക്ക് എൻ്റെ ആയിട്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാനും എൻ്റെ കോപ്പപ്പ് ചെയ്യാനും എൻ്റെ രീതി, കാരണം എൻ്റെ വയസ്സ്, ഞാൻ നിങ്ങളെക്കാട്ടിലും കുറച്ച് മുതിർന്ന ഒരാളാണ് വയസ്സുകൊണ്ട്. അതിൻ്റെ അനുസരിച്ച് നിങ്ങളൊരു ബ്രെയിൻ ഗ്രോത്ത് എത്തിയിട്ടില്ല. അപ്പോൾ അതിലേക്ക് എൻ്റെ ക്യാരക്ടർ ഒന്ന് അഡോപ്റ്റ് ചെയ്യാനും അത് പിടിച്ച് അതിനോടനുസരിച്ച് നിൽക്കാനൊരു സമയം ഞാൻ കൊടുത്താലല്ലേ ഇപ്പോൾ നിങ്ങളതിന് ഫിറ്റാണോ ഇല്ലയെന്ന് പറയാൻ പറ്റില്ല. അതിന് മുമ്പേ ഞാൻ അഭിപ്രായം പറയാൻ യാതൊരു കപ്പാസിറ്റി ഇല്ലയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നമാണ്. അപ്പോൾ അങ്ങനെയുള്ള പല ജഡ്ജ്മെൻറ്റിലും എത്തുന്ന കുറേ കേസുകളുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ വരുമ്പോൾ പിന്നെ നമുക്കത് ഭംഗിയില്ലാത്ത അവസ്ഥയും, കാരണം ഒറിജിനലി ഞാൻ നിങ്ങളെ ഇഷ്ടപ്പെട്ടിട്ടില്ല, പിന്നെ എന്തൊക്കെയോ എക്സ്റ്റേണൽ ഫോഴ്സ് നിർബന്ധത്തിന് വഴങ്ങി അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യം നടക്കാൻ വേണ്ടി അപ്പോൾ അങ്ങനെ ചെയ്ത ആളുകൾക്കാണ് ഇത് കൂടുതൽ കാണുക. അപ്പോൾ അത് ടോളറേറ്റ് ചെയ്യാൻ എല്ലാവർക്കും സാധിച്ചോളുന്നില്ല. ചില ആൾക്കാർ എന്ത് ചെയ്യുക, അതിനെ ഓവർകം ചെയ്ത് ചിരിച്ചും തമാശയായിട്ടും അത് ജീവിക്കുന്നുണ്ട്. ഈവൻ പ്രഗ്നൻസിയിൽ വരെ പിന്നെ ആൺകുട്ടി പെൺകുട്ടി എന്നുള്ള പ്രശ്നങ്ങൾ ഇപ്പോൾ കുറേ കുറഞ്ഞിട്ടുണ്ടെങ്കിലും സ്റ്റിൽ
കുടുംബത്തിലും മറ്റിലൊക്കെ വർത്താനം പറഞ്ഞുകൊടുക്കുന്ന കുറേ ആളുകളുണ്ട്. കുട്ടിയുടെ കളർ അനുസരിച്ച് മാറുകയാണെങ്കിൽ അമ്മേൻ്റെ കളറായിപ്പോയി, നിറമില്ലാതായിപ്പോയി, ഇങ്ങനെ പറയുന്നത്. അതും ഈ സ്വന്തം അമ്മയുടെ മുമ്പിലൊക്കെ വെച്ച് പറയുമ്പോൾ അതിനെ ടോളറേറ്റ് ചെയ്യാൻ എല്ലാവർക്കും സാധിച്ചോളുന്നില്ല. അപ്പോൾ ചിലവർ അതിനെ ഓവർകം ചെയ്ത് പോകും, വളരെ ചിരിച്ചും കളിച്ചങ്ങ് പോകും. പിന്നെ അവർക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കേണ്ടത് ആരാണ്? അങ്ങനെ വീട്ടുകാരും മറ്റുള്ളവർക്ക് എതിർത്ത് പറയുമ്പോഴും പ്രൊട്ടക്ഷൻ കൊടുക്കേണ്ടത് ആരാണ്? ഹസ്ബൻഡാണ്. ഹസ്ബൻഡ് കൂടി അഗേൻസ്റ്റ് ആയി പോയി കഴിഞ്ഞാൽ പിന്നെ പ്രശ്നം ആകെ മാറിയില്ലേ? ഞാൻ നിങ്ങൾക്ക് പ്രൊട്ടക്ഷൻ തന്നില്ല വെച്ചാൽ എൻ്റെ വീട്ടുകാരെ ഞാൻ പിന്നല്ലേ അറ്റ്ലീസ്റ്റ് നിങ്ങൾക്ക് അപ്പോൾ എന്നെ ഞാനെങ്കിലും ഉണ്ട് എന്നുള്ളൊരു ഒരു വിശ്വാസം നിങ്ങൾക്ക് വരും. ഓ, എൻ്റെ ഹസ്ബൻഡ് എൻ്റെ കൂടെ ഉണ്ട്, മറ്റുള്ളതൊന്നും ഞാൻ നോക്കണ്ട, ആ പുള്ളിക്ക് എന്നെ ഇഷ്ടമാണ്, പുള്ളിക്ക് എന്നെ പ്രശ്നമൊന്നുമില്ല എന്നുള്ളതെങ്കിൽ അവിടെയും ഞാൻ മാറി പ്രവർത്തിക്കുമ്പോൾ ഞാനും മറ്റവരുടെ കൂടെ കൂടി സംസാരിക്കുമ്പോൾ നിങ്ങൾ ടോട്ടലി ഐസൊലേറ്റഡ് ആവാം. അപ്പോൾ ചില കാര്യങ്ങളൊക്കെ ചിലപ്പോൾ ഇത്തരം കാര്യങ്ങൾ ചെയ്യും എന്ന് വിചാരിച്ച് എല്ലാവരും അങ്ങനെ ചെയ്തോളുന്നില്ല. ചിലവരൊക്കെ ഇങ്ങനെ പ്രശ്നം ഉണ്ടാകുമ്പോൾ ഡിപ്രഷനൊക്കെ ആകുമ്പോൾ വീട്ടുകാരൊക്കെ പിടിച്ച് ഞങ്ങളെ പോലെ ഡോക്ടേഴ്സിൻ്റെ അടുത്ത് കൊണ്ടുവരും. അപ്പോൾ ചില കൗൺസിലിങ്ങും മെഡിക്കേഷനൊക്കെ കൊടുക്കുമ്പോൾ അതിന് ഉയർന്നു വരികയും മുന്നോട്ട് വരികയും പിന്നെ ഹസ്ബൻഡാണ് മറ്റുള്ള മറുഭാഗത്ത് നിൽക്കുന്നത് വെച്ചാൽ അവർക്ക് വേണ്ട കൗൺസിലിങ്ങും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് അവരും കറക്റ്റ് ചെയ്തിട്ട് നമുക്ക് കുറേ ശരിയാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ അത് മാറ്റിയെടുക്കാൻ നമുക്ക് സാധിക്കും. പക്ഷെ അതാത് സമയത്ത് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യണം. അത് ഇല്ല എന്നുള്ളതാണ് അത്. പിന്നെ എല്ലാവർക്കും അതിനെ ടോളറേറ്റ് ചെയ്യാനും അഡ്ജസ്റ്റ് ചെയ്യാനും കഴിഞ്ഞോളന്നില്ല. ഇത് ധാരാളം കുട്ടികളിലുണ്ട്. പിന്നെ ഈ ചില കുട്ടികൾ ഇപ്പം നിങ്ങൾ പറഞ്ഞതിൽ കല്യാണം കഴിക്കാൻ സമ്മതിക്കാത്ത ആൾക്കാർ, അതും പല റീസൺസ് ഉണ്ട്. ഒന്നിൽ മാത്രം സ്റ്റിക്ക് ഓൺ ചെയ്ത് നിൽക്കാൻ അവർക്ക് ഇഷ്ടമില്ലാത്തൊരു വ്യക്തിത്വങ്ങൾ, പിന്നെ അവർക്ക് ഇൻഡിവിജ്വലായിട്ട് വർക്ക് ചെയ്യണം, അതിൽ ആരെങ്കിലും ഇൻ്റർഫിയർ ചെയ്തിട്ട് അവർ കൺട്രോളിങ് ഇഷ്ടപ്പെടാത്ത ഒരു വിഭാഗം, പിന്നെ എന്തെങ്കിലും സെക്ഷൽ ഡിസ്ഫങ്ഷൻ സ്വയം ഉണ്ട് എന്ന് അവർക്കറിയാം. എന്തെങ്കിലും കാര്യത്തിൽ എനിക്ക് എന്തെങ്കിലും ഒരു എന്താ പറയുക, ഒരു നിങ്ങളോട് ഒരു താല്പര്യമില്ലായ്മ, ഇപ്പോൾ ഒരു ഓപ്പോസിറ്റ് സെക്സിനോട് താല്പര്യമില്ലായ്മ, ഒരു അട്രാക്ഷൻ ഇല്ലായ്മ, പിന്നെ ഇറക്ഷൻ ഡിസ്കംഫേർട്ട്, അങ്ങനത്തെ ഒക്കെ കാര്യമുള്ള ആൾക്കാർ ഞാൻ മറ്റുള്ളവരോട് പറയില്ല, പറഞ്ഞാൽ മോശത്തരാണ്. അപ്പോൾ ഞാൻ തന്നെ ഇങ്ങനെ സപ്രസ് ചെയ്യും. അപ്പോൾ ഇനി വേറെ അടുത്ത് ഞാൻ കല്യാണം കഴിച്ചാൽ അവിടെയൊക്കെ അറിഞ്ഞ് നാണക്കേടാക്കണ്ടെന്ന് വെച്ചിട്ട് എനിക്ക് കല്യാണം വേണ്ട എന്ന് പറഞ്ഞ് നടക്കുന്ന ഒരു വിഭാഗം ആൾക്കാരുണ്ട്. അപ്പോൾ ഇങ്ങനെ പല ഇതുമുണ്ട്. കാരണം നമ്മുടെ അടുത്തൊരു ഇൻറ്റേർണലായിട്ട് പ്രോബ്ലം, അത് പിടിക്കപ്പെടുമ്പോൾ മാത്രമേ ഞാൻ സമ്മതിച്ചു തരുള്ളൂ. അതിന് മുമ്പ് വരെ സമ്മതിക്കില്ല. അതിൻ്റെ ഡിഫക്റ്റായിട്ട് ഞാൻ വീട്ടുകാരുടെ അടുത്ത് ആരടുത്തും പറയില്ല. മനസ്സിലായി? അത് കവർ ചെയ്യാൻ വേണ്ടി മാക്സിമം എല്ലാ പഴുതുകളും ഞാൻ നോക്കും. അവസാനം പിടിക്കപ്പെടുമ്പോൾ മാത്രമേ അതിനെ ഞാൻ എഗ്രി ചെയ്യുള്ളൂ. അങ്ങനത്തെ പല കേസുകളുണ്ട്. അപ്പോൾ അതിൻ്റെ പല റീസൺസാണ്. അപ്പോൾ ഇതൊന്നും ഒറ്റയടിക്ക് നമുക്ക് ജനറലൈസ് ചെയ്ത് പറയാൻ പറ്റില്ല. ഓരോരുത്തരായിട്ട് ഇൻഡിവിജ്വലായിട്ട് നമ്മൾ ഇൻ്റർവ്യൂ ചെയ്ത് കിട്ടുമ്പോൾ മാത്രമേ നമുക്ക് എന്താണ് അതിൻ്റെ റീസൺ എന്നുള്ളത് പറയാൻ പറ്റുള്ളൂ. അതായത് കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് അതിന് വേണ്ട പ്രൊഫഷണൽ ഹെൽപ്പുകൾ കൊടുക്കുകയാണെങ്കിൽ ഒരു പരിധി വരെ നമുക്ക് നല്ല ലൈഫിലേക്ക് പോകാൻ പറ്റും. അപ്പം ഈ പറഞ്ഞതുമാതിരി ഒരുപാട് പേര് പുതിയ തലമുറയോട് സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ ഒരുപാട് വ്ളോഗേഴ്സൊക്കെ ഒരുപാട് ചോദ്യങ്ങളായിട്ട് ചെല്ലുമ്പം കൂടുതലും കേൾക്കുന്നത് കല്യാണത്തിന് കഴിക്കാൻ താല്പര്യമില്ല, അങ്ങനെയാണ്, ലിവിങ് ടുഗദർ എന്നൊക്കെയാണ്. അപ്പോൾ ഈ ചോദ്യങ്ങൾക്കും അതുപോലെ ഇങ്ങനെയുള്ള ഭീതികളൊക്കെ കാരണമായിരിക്കാം അതിനുള്ള വ്യക്തമായ ഒരു മറുപടി സാറ് തന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും എല്ലാ ലൈഫും അങ്ങനെ ആവണമെന്നില്ല. അപ്പം അതിനെക്കുറിച്ചൊക്കെ കൂടുതൽ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയിട്ടൊക്കെ ഈ രണ്ട് കുടുംബങ്ങൾ തമ്മിൽ ചേരുന്നതാണല്ലോ ഈ വിവാഹം എന്ന് പറയുന്നത്. രണ്ട് വ്യക്തികൾ മാത്രമല്ലല്ലോ. അപ്പോൾ കൂടുതലും മനസ്സിലാക്കിയിട്ടൊക്കെ ഒരുമിച്ച് ജീവിക്കാൻ പറ്റുന്നതാണെങ്കിൽ തീർച്ചയായിട്ടും ഒരിക്കലും ഒരു ദാമ്പത്യ ജീവിതം ഒരു മോശമായിട്ടൊരു കാര്യമൊന്നുമല്ല. അപ്പം അതിനെക്കുറിച്ച് ചിന്തിച്ചൊക്കെ ചെയ്യാം. തീർച്ചയായിട്ടും നമ്മുടെ ഈ ഒരു എപ്പിസോഡ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. നിങ്ങളുടെ ഇനിയും ചോദ്യങ്ങൾ ഞങ്ങളെ എഴുതി അറിയിക്കുക. നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. ബൈ.